നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കുൾപ്പെടെ ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന തീരുമാനവുമായി കുവൈത്ത്. സാധാരണക്കാരായ പ്രവാസികൾക്ക് കുടുംബക്കാരെയോ മറ്റ് ആശ്രിതരെയോ കുവൈത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തിയിരിക്കുകയാണ് അധികൃതർ. ഫാമിലി ഡിപ്പെൻഡന്റ് വിസകൾ അനുവദിക്കുന്നതിന് സ്പോൺസർക്ക് ചുരുങ്ങിയത് 800 ദിനാർ അഥവാ 2 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ മാസശമ്പളം വേണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഈ നിയമം താമസിയാതെ തന്നെ നിലവിൽ വരുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രവാസികൾക്ക് കുടുംബ വിസിറ്റ് വിസ അനുവദിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുവൈത്ത് അധികൃതർ നിർത്തിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫാമിലി വിസയ്ക്കുള്ള ശമ്പള പരിധി വർദ്ധിപ്പിച്ച കുവൈത്തിന്റെ തീരുമാനം. നിലവിൽ 800-ൽ കുറവ് ശമ്പളമുള്ള പ്രവാസികളുടെ കുവൈത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെയും ആശ്രിതരുടെയും സ്ഥിതി എന്താകുമെന്ന കാര്യം അറിയാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ 500 ദിനാറാണ് കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിന് പ്രവാസികൾക്കുണ്ടായിരിക്കേണ്ട കുറഞ്ഞ ശമ്പളം, അഥവാ 1.25 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ. എന്നാൽ അത് 800 റിയാലായി ഉയർത്തുന്നതോടെ ഭൂരിപക്ഷം പ്രവാസികൾക്കും ഇതിനുള്ള യോഗ്യത ഇല്ലാതായിത്തീരും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആർട്ടിക് 17-18 വിസയിലുള്ള എല്ലാ പ്രവാസികൾക്കും ഈ നിബന്ധന ബാധകമാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫാമിലി വിസയ്ക്ക് അപേക്ഷ നൽകുന്ന പ്രവാസികൾ ശമ്പളം തെളിയിക്കുന്നതിന് ഒറിജിനൽ വർക്ക് പെർമിറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഇതിൽ 800 ദിനാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഇതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അധിക ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും വർക്ക് പെർമിറ്റിൽ 800 ദിനാർ ഇല്ലെങ്കിൽ അത് പരിഗണിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ നിയമം നിലവിൽ വരുന്നതോടെ മിക്കവാറും പേർക്ക് തങ്ങളുടെ കുടുംബക്കാരെ കുവൈത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വരും. 800 ദിനാർ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ പോലും അത് വർക്ക് പെർമിറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. ഉയർന്ന വരുമാനമുള്ളവരും കുടുംബത്തിന് കുവൈറ്റിൽ മാന്യമായ ജീവിത നിലവാരം പ്രദാനം ചെയ്യാൻ കഴിയുന്നവരുമായ പ്രവാസികൾ മാത്രം കുടുംബത്തെ കൊണ്ടുവന്നാൽ മതിയെന്ന നിലപാടാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ പ്രവാസി ജനസംഖ്യ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം എന്നാണ് വിവരം. അതിനിടെ ഏതാനും ചില രാജ്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് കുവൈത്ത് നിർത്തിവെച്ചതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കുവൈത്ത് ദിനപത്രമായ അൽ അൻബ തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തത്. ചില രാജ്യക്കാർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഏതൊക്കെ രാജ്യക്കാർക്കാണ് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നത് എന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.